പോയിട്ട് വരാം. ആയിക്കോട്ടെ. തിരുമേനി, നടയടച്ചോ? ക്ഷമിക്കണം തിരുമനസേ, തിരുവുള്ളക്കേടാണെന്ന് കരുതരുത്. പതിവ് നേരം കഴിഞ്ഞിട്ടും തിരുവെഴുന്നള്ളത്ത് കാണാതായപ്പോൾ നമുക്ക് വിഷമവും ഒപ്പം സന്ദേഹവും തോന്നിയതാണ്. തിരുമനസിന്നോളം ഒരു നാളും റാണി സമേതനായി ഇവിടത്തെ ദർശനം മുടക്കിയിരുന്നില്ല. ഇന്നെന്താണാവോ അവിടുന്ന് ദർശനത്തിനെത്താതിരുന്നതെന്ന് നോം ആലോചിച്ചു. നട അടയ്ക്കാനുള്ള നേരം കഴിഞ്ഞിട്ടും അടിയൻ അവിടത്തേക്കായി ഇന്നേരം വരെ നട തുറന്നു വെച്ച് കാത്തിരുന്നു. ദാ ഇപ്പോഴാ നടയടച്ചത്. ഇനിയും നടയടച്ചില്ലെങ്കിൽ അത് ഭഗവാന്റെ അതൃപ്തിക്ക് കാരണമാവും തിരുമനസേ. പ്രണാമം തിരുമനസേ. അവിടുത്തെ എഴുന്നള്ളത്ത് വൈകിയപ്പോ തിരുമേനി അടിയന്റെ അഭിപ്രായം ആരാഞ്ഞു. അടിയന്റെ അനുവാദത്തോടു കൂടിയാണ് തിരുമേനി നടയടച്ചത്. ശ്രീകോവിൽ തുറക്കൂ തിരുമേനി. റാണി, അവിവേകം പറയാതിരിക്കൂ. ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ അടുത്ത പൂജയ്ക്ക് സമയമാകുന്നതിന് മുമ്പ് നട തുറക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ചട്ടവിരുദ്ധം മാത്രമല്ല, കടുത്ത ദൈവകോപത്തിനും കാരണമാകും. ദൈവകോപത്തിന് കാരണമാകുന്ന ഒന്നും പാടില്ല റാണി. ക്ഷമിക്കണം മഹാരാജൻ. രാവ് പുലരും വരെ രാജ്യോന്നമനത്തിനായി സജീവനുമായി കാര്യവിചാരം ചെയ്തിട്ട് 7:30 വെളുപ്പിനാണ് നാം ഒന്ന് മയങ്ങിയത്. ഉണരാൻ താമസിച്ചു. അതുകൊണ്ടാ നാം ദർശനത്തിനെത്താൻ വൈകിയത്. ഇന്ന് പ്രഭാത പൂജ തൊഴാനുള്ള യോഗം ഭഗവാൻ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിക്കാം. ദർശനം മുടങ്ങിയെങ്കിലും കുറച്ച് പ്രസാദം കിട്ടിയാൽ നന്നായിരുന്നു. പ്രസാദം കിട്ടാൻ മാർഗമുണ്ടോ തിരുമേനി? അത് എന്താ പൂജാരിക്കൊരു പരിഭ്രമം? പതിവായി കൊട്ടാരത്തിലേക്ക് പ്രസാദം കാത്തുവെക്കുന്നതാണല്ലോ. ഇനി നട അടച്ച സ്ഥിതിക്ക് പ്രസാദവും നൽകാൻ പാടില്ലെന്നുണ്ടോ? ഒരിക്കലുമില്ല. കൊട്ടാരത്തിലേക്കുള്ള പ്രസാദം അടിയൻ തിടപ്പള്ളിയിൽ മാറ്റിവെച്ചിട്ടുണ്ട് തമ്പുരാനെ. ഇപ്പൊ തന്നെ പോയാൽ എടുത്തിട്ട് വരാം. വരണം തിരുമനസേ. തിരുമേനി പ്രസാദവുമായി വരുന്നിടം വരേക്കും അങ്ങേക്കും റാണി തിരുമനസിനും മണ്ഡപത്തിൽ വിശ്രമിക്കാം. വന്നാലും ഭഗവാനെ, മഹാദേവ, അടിയനോട് പൊറുക്കണേ. അറിയാതെ അടിയന്റെ നാവൊന്നു പിഴച്ചുപോയി. ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ ഈ ഉള്ളവൻ ഒരിക്കലും ഇത്തരം ഒരു കളവ് മൊഴിയാൻ പാടില്ലായിരുന്നു. അതും ഈ ദേശം വാഴുന്ന അരജനോട്. മഹാഭാവമാണ് അടിയൻ ചെയ്തു പോയത്. അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ വീണ് ഈ മഹാഭാവി കേഴുകയാണ്. അടിയനെ രക്ഷിക്കണം. അറിയാതെ ഈ ഉള്ളവന്റെ നാവ് പിഴച്ചുപോയി മഹാദേവ. പറഞ്ഞത് കളവാണെന്നറിഞ്ഞാൽ അടിയന് ഗളച്ഛേദമാവും ശിക്ഷ. കാത്തു രക്ഷിക്കണം പരമേശ്വര. മീനാക്ഷി,
കുട്ടി ഒന്ന് നിൽക്കണേ. കുട്ടി നമുക്കൊരു ഉപകാരം ചെയ്യണം, നമ്മെ രക്ഷിക്കണം. എന്താ തിരുമേനി? ഈ കയ്യിലിരിക്കുന്ന പ്രസാദം ദയവ് തോന്നി തിരികെ തരണം. നോം പറഞ്ഞില്ലേ ഇത് തിരുമനസിനു വേണ്ടി നീക്കിവെച്ച പ്രസാദമാണെന്ന്? മഹാരാജാവ് തിരുമനസ് പതിവായി എഴുന്നള്ളാറുള്ള നേരം കഴിഞ്ഞപ്പോ നോം കരുതി പ്രഭാത പൂജയ്ക്ക് ഇനി തിരുമനസും റാണിയും വരില്ലാന്ന്. പക്ഷേ ഭഗവാന്റെ പരീക്ഷണം, അല്ലാതെ എന്തു പറയാൻ. ഇപ്പൊ മഹാരാജാവും പത്നിയും ദർശനത്തിനെത്തി. നടയടച്ച് നോം ഇറങ്ങിയപ്പോഴായിരുന്നു തിരുവെഴുന്നള്ളത്ത്. നടയടച്ചു പോയതിൽ തിരുവുള്ളം കൊണ്ട് ക്ഷമിച്ചു. പക്ഷേ പ്രസാദമെങ്കിലും വേണമെന്നായി തിരുമനസ്. തിരുമനസിനായി നീക്കിവെച്ച പ്രസാദം ഈയുള്ളവൻ കുട്ടിക്ക് തന്നും പോയി. മടപ്പള്ളിയിൽ പ്രസാദമുണ്ട്, എടുത്തിട്ട് വരാമെന്ന് കളവ് പറഞ്ഞിട്ടാ നോം ഇങ്ങോട്ട് പോകുന്നത്. ക്ഷമിക്കണം, ഈ പ്രസാദം മടക്കി തരണം. അതിനെന്താ തിരുമേനി? എല്ലാം ഈശ്വര നിശ്ചയം. ഈ ഉള്ളവൾക്ക് ഭഗവാൻ പരമേശ്വരൻ നൽകിയ പുണ്യം. ഇല്ലെങ്കിൽ തിരുമനസിന് അർഹതപ്പെട്ട ഈ പ്രസാദം എന്റെ കയ്യിലെത്തോ? അവിടുന്ന് നൽകിയ പ്രസാദവും നിവേദ്യവും ഈ ഉള്ളവൾ സന്തോഷപൂർവ്വം തിരികെ തരുന്നു. മഹാദേവ, തിരുമനസ് ദർശനത്തിനെത്തിയത് കണ്ടപ്പോൾ എന്റെ മനസ്സിലും സന്ദേഹമുണ്ടായിരുന്നു. പക്ഷേ രാജാവ് പ്രസാദം ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും ഇനി സമാധാനിക്കാലോ. മീനാക്ഷി ഇവിടെ നിന്ന് പോകാത്തത് നമ്മുടെ ഭാഗ്യം. കുട്ടി, മുടിയിൽ ചൂടിയിരിക്കുന്ന ഈ പൂവും കൂടി. കുട്ടിക്ക് കോടി പുണ്യം കിട്ടും. തിടപ്പള്ളിയിൽ പ്രസാദമെടുക്കാൻ പോയ തിരുമേനി ഇതുവരെ കാണുന്നില്ലല്ലോ കാര്യക്കാരെ. ദേ വരുന്നു തിരുമനസേ. ദാ തിരുമനസേ. തിരുമേനി, എന്താ ഇത്? പ്രസാദത്തിന് മുടിയിഴ? അങ്ങയുടെ ഭക്തിയും വൃത്തിയും കേൾവി കേട്ടതാണല്ലോ. എന്നിട്ടും ഇങ്ങനൊരു പിഴവ്. മുടിയുടെയോ? അങ്ങനെ ഒരു അശുദ്ധി ഒരിക്കലും വരാനിടയില്ലല്ലോ. ഇതാ നോക്കണം. പിന്നെ ഇത് തിരുമനസിനും തമ്പുരാട്ടിക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പ്രസാദവും നിവേദ്യമാണ്. തിരുമനസും തമ്പുരാട്ടിയും ദർശനത്തിനെത്താത്ത സ്ഥിതിക്ക് ഈ പ്രസാദവും നിവേദ്യവും മീനാക്ഷി സ്വീകരിച്ചോളൂ. മീനാക്ഷി ഇവിടത്തെ ഭക്തയാണല്ലോ. ക്ഷമിക്കണം മഹാരാജൻ,
മറുപടി പറയണം തിരുമേനി. ഈ പ്രസാദത്തിൽ മുടിയുടെ എങ്ങനെ വന്നു? വൃത്തിയും വെടുപ്പുമില്ലാതെ അലക്ഷ്യമായിട്ടാണോ ഭഗവാൻ അർച്ചനയും നിവേദ്യം ഒരുക്കുന്നത്? തിരുവള്ളം കൊണ്ട് മാപ്പാക്കണം. അടിയൻ അറിഞ്ഞുകൊണ്ട് ഈ മഹാ അപരാധം ചെയ്തിട്ടില്ല. തികഞ്ഞ ശുദ്ധിയോടെ തന്നെയാണ് അർച്ചനയും നിവേദ്യം ഒരുക്കുന്നത്, ശ്രീകോവിലും ക്ഷേത്രവും പരിപാലിക്കുന്നത്. നാം ഇത് വിശ്വസിക്കില്ല. തിരുമേനി കാട്ടിയ വൃത്തിഹീനത്തിന്റെ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. അല്ല, കാര്യക്കാരൻ ഇക്കാര്യത്തിൽ ഒന്നും ഉണർത്തിക്കാനില്ലേ? ഈ മുടി എങ്ങനെ പ്രസാദത്തിൽ വന്നു എന്ന് അടിയൻ അറിയില്ല തിരുമനസേ. തിരുമേനി, ആരാഞ്ഞതിന് ഉത്തരമേകണം. ഉത്തരമേകിയേ മതിയാകൂ. അത് അത് ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹത്തിന് ജടയുണ്ട്. ജടയോ? അതെ, കബർദമെന്ന ഭഗവാന്റെ ജട തന്നെയാണ് ഇവിടത്തെ വിഗ്രഹത്തിലും കാണുന്നത്. പ്രഭു, നമുക്ക് തിരുമേനിയുടെ വാക്കുകൾ അവിശ്വസനീയമായി തോന്നുന്നു. അബദ്ധം മറയ്ക്കാൻ പറയുന്ന കളവ്. നാം ഇതുവരെയും ഇവിടെ ജടയുള്ളതായി കേട്ടിട്ടില്ല. തിരുമേനിയുടെ വാക്ക് വിശ്വസിക്കാൻ നമുക്കും പ്രയാസമുണ്ട്. തിരുമേനി, അങ്ങ് പറയുന്നത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ നമുക്ക് ജട കാണണം. അത് പൊറുക്കണം തിരുമനസേ. ശ്രീകോവിലിനുള്ളിൽ അറിയാം, അങ്ങേക്കല്ലാതെ നമ്മളിൽ മറ്റാർക്കും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ല. അത് പാവമാണ്, അശുദ്ധിയാണ്. നാം ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നില്ല. പക്ഷേ ഇവിടത്തെ വിഗ്രഹത്തിന് ജടയുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടേ മതിയാകൂ. ശ്രീകോവിലിന്റെ പിന്നിലെ ഭിത്തി തുരക്കണം. വിഗ്രഹത്തിന്റെ ശിരസിലെ ജട പുറത്തു കാണാൻ പാകത്തിന് ശ്രീകോവിലിന്റെ പിന്നിലെ ഭിത്തി നാളെ തുരക്കണം. ദീപാരാധന സമയത്ത് തിരുമേനി വിഗ്രഹത്തിന്റെ പുറകുവശത്ത് വന്ന് ദീപമൊഴിഞ്ഞ് നമ്മെ കാണിക്കുകയും വേണം. അത് തിരുമനസേ, വിഗ്രഹത്തിന് ജടയില്ലെന്ന് ബോധ്യമായാൽ മേൽശാന്തിക്ക് കഠിനമായ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും. കാര്യക്കാരി കേട്ടല്ലോ? കൽപ്പന പോലെ. ഇത് അവിടെ തന്നെ വെച്ചോളൂ. വരിക. ഇതാ ഭഗവാനെ, ശ്രീ പരമേശ്വര, ഇതെന്തൊരു പരീക്ഷണം! അതേ കുട്ടി, രാജകൽപ്പന ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. തിരുമേനിയുടെ ശിവഭക്തിയും പൂജാകർമ്മങ്ങളിലുള്ള ജ്ഞാനവും കൃത്യതയും സർവോപരി ക്ഷേത്രകാര്യങ്ങളിൽ അങ്ങ് പുലർത്തുന്ന വൃത്തിയും ശുദ്ധിയും ഈ ദേശക്കാർക്ക് മുഴുവനും അറിയാവുന്നതാണല്ലോ. എന്നിട്ടും ഭഗവാൻ അങ്ങേ ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ അകപ്പെടുത്തിയല്ലോ. അറിയില്ല മീനാക്ഷി, എനിക്കൊന്നും അറിയില്ല. ഇന്നുവരെ ഭഗവത് ചിന്തയല്ലാതെ മറ്റ് യാതൊരു ദുർവിചാരവും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു കളവ് നാം പറഞ്ഞിട്ടില്ല. കളവ് പറയാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇന്നാദ്യമായി നോം ഒരു കളവ് പറഞ്ഞുപോയി. അതും കല്ലേ പിളർക്കുന്ന കൽപ്പനയിടുന്ന മഹാരാജാവിനോട് പറഞ്ഞ കളവോ? ബ്രഹ്മഹത്യാപാപത്തേക്കാൾ മഹാപാപം. മഹേശ്വരനെ സാക്ഷിയാക്കിയാണല്ലോ നോം കളവ് പറഞ്ഞു പോയത്. പറഞ്ഞത് കളവാണെന്ന് തെളിഞ്ഞാൽ നാളെ ശിക്ഷ കഠിനമായിരിക്കും. നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, അവർ അനാഥമാകും. ഭഗവാനെ, ശ്രീ പരമേശ്വര, സംഹാരമൂർത്തിയായ അങ്ങും എന്നെ സംഹരിക്കാനാണോ ഇவ்விധം ഒരു പരീക്ഷണം തീർത്തത്? തിരുമേനി, എന്തു പറഞ്ഞ് അങ്ങേ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണല്ലോ മഹേശ്വരൻ. ഒരുപക്ഷെ അങ്ങയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഭഗവാന് അവിടത്തോട് അനിഷ്ടം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു പരീക്ഷണം. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു, ഭക്തോത്തമനായ അങ്ങേ ഒരിക്കലും കൈലാസവാസൻ കൈവിടില്ല.
ശുഭപ്രതീക്ഷയോടെ മനോധൈര്യം കൈവിടാതെ അങ്ങ് ശ്രീ പരമേശ്വരനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാൻ തുണയ്ക്കും. പറഞ്ഞ പാപം ഏറ്റു പറഞ്ഞു. ഭഗവാനോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. ഇനി എന്റെ ആയുസാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ നിസാരനായി ഉള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും? മഹാദേവ, ശ്രീ പരമേശ്വര, തിരുമേനി, അങ്ങില്ലത്തേക്ക് പോകുന്നില്ലേ? ഞാനിറങ്ങുക, അങ്ങില്ലത്തേക്ക് ചെന്നാലും. ഒന്നിനും എനിക്ക് സാധിക്കുന്നില്ല കാര്യക്കാരെ. ഇല്ലത്ത് പോയി വേളിയുടെയും മക്കളുടെയും മുഖത്തെങ്ങനെ നോക്കും? ഒരു ബ്രാഹ്മണന് ചേർന്ന പ്രവൃത്തിയാണോ നാം ചെയ്തത്? വിഗ്രഹത്തിന് ജടയിലെന്ന് മഹാരാജാവിന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി നമ്മുടെ ആയുസ് അവസാനിക്കും. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ നാം തയ്യാറാണ്. ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കണം. അനുഭവിച്ചേ മതിയാവൂ. ഭഗവാനെ, പരമേശ്വര, നനയ്ക്കാത്ത നേരത്ത് നാവിലുദിച്ച കള്ളം കാരണം അടിയന്റെ ജന്മവും കുടുംബവും അവമാനിക്കപ്പെടുകയാണല്ലോ. നാണം കെട്ട മരണമാണല്ലോ ഭഗവാനെ അടിയന് വിധിച്ചത്. എല്ലാം ഒരു നിമിഷം കൊണ്ടാണല്ലോ മാറി മറിഞ്ഞത്. എന്തു പറഞ്ഞങ്ങയെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. നാളെ നമുക്ക് മഹാരാജന്റെ കാൽക്കൽ വീണ് മാപ്പിരക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരിക്കലും തിരുമനസ് നമ്മോട് ക്ഷമിക്കില്ല. കാര്യക്കാര് പൊക്കോളൂ, ഇതെന്റെ വിധിയാ. വീട്ടിൽ നമ്മുടെ ഭാര്യയും കുട്ടികളും കാത്തിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം തിരുമേനി. പൂജാരി മഹാരാജന് കൊടുത്ത പ്രസാദത്തിൽ ഒരു മുടിനാരിഴ കണ്ടു. അത് ചോദ്യം ചെയ്തപ്പോൾ ആ ക്ഷേത്രത്തിലെ മഹാദേവന് ജടയുണ്ടെന്നും അതിൽ നിന്നും അടർന്നു വീണതാകാമെന്നും പൂജാരി അസത്യം പറയുന്നു. അതെ, അതിൻ പ്രകാരം ക്ഷേത്രത്തിന്റെ പിൻവശം തുറന്ന് മഹേശ്വരന് ജടയുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലോ. രാജഭടന്മാർ ക്ഷേത്രത്തിന്റെ പിൻവശം തുറന്നു കഴിഞ്ഞു. നമുക്കങ്ങയോട് ഒന്നേ ഉണർത്തിക്കാനുള്ളൂ. സംവത്സരങ്ങളായി അങ്ങേക്ക് വിധിപ്രകാരം പൂജകൾ ചെയ്ത് സംതൃപ്തിപ്പെടുത്തുന്നവനാണ് ആ പൂജാരി. ക്ഷേത്രം തുറന്ന് പരിശോധിക്കുമ്പോൾ ജടയില്ലാത്ത പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളതെന്ന് കണ്ടാൽ രാജാവ് പൂജാരിക്ക് വധശിക്ഷ തന്നെ വിധിക്കുന്നതായിരിക്കും. അതുണ്ടാകരുത്. അങ്ങ് പൂജാരിയെ രക്ഷിക്കുക തന്നെ വേണം. ദേവി, ശാസ്ത്രവിധി പ്രകാരം നമുക്ക് പൂജകൾ അർപ്പിക്കുന്ന പൂജാരി നമുക്കേറെ അഭിമതനാണെന്ന് ധരിച്ചാലും ക്ഷേത്രഭിത്തി തുറക്കുമ്പോൾ നമ്മുടെ വിഗ്രഹം ജടാധാരിയുടേതാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടുകൊള്ളും. അദ്ദേഹം പൂജാരിക്ക് മാപ്പും കൊടുത്തുകൊള്ളും. എന്താ, ദേവിക്ക് സമാധാനമായില്ലേ? സമാധാനമായി.
സേവകരെ, ദീപാരാധനയ്ക്ക് നേരമായി. നാം ഇക്കാര്യം മഹാരാജാവിനോട് ഉണർത്തിക്കാം. തിരുമനസേ, ദീപാരാധനയ്ക്ക് നേരമായി. ദീപാരാധന നടക്കട്ടെ. ദീപാരാധന നടക്കുമ്പോഴും ശില്പികൾ നാം കൽപ്പിച്ചതുപോലെ ഭിത്തി തുറക്കുന്ന പ്രവൃത്തി നിർബാധം തുടരും. തിരുമേനെ, അങ്ങ് ദീപാരാധന തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ അടിയൻ. ഭഗവാനെ, ശ്രീ പരമേശ്വര, അടിയന്റെ അപരാധം പൊറുക്കണേ. അടിയനെ കാത്തു രക്ഷിക്കണം മഹാദേവ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ.